നമസ്കാരം. ഇന്ന് FBയിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു. മുംബൈയിലെ സിദ്ധിവിനായക ടെമ്പിള് ഡ്രസ് കോഡ് നിർബന്ധമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ശരീരത്തെ കാഴ്ച വസ്തുവാക്കി വരുന്ന സ്കേർട്ട് ധരിച്ചു വരുന്ന കീറിയ മോഡൽ ഡ്രസ്സ് ധരിച്ചു വരുന്നവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നും അതേപോലെ തന്നെ മാന്യമായ വസ്ത്രധാരണം ഉണ്ടാകണം എന്നും അതിൽ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും എന്ത് ഡ്രസ്സ് ധരിക്കണമെന്ന് അവരവരല്ലേ തീരുമാനിക്കേണ്ടത് എന്ന്. അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോളൂ. പക്ഷേ ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും ഈ നിയമം കൊണ്ടുവരണം എന്നാണ്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താണ്? ആണുങ്ങൾക്ക് മേൽവസ്ത്രം അഴിക്കാതെ ക്ഷേത്രപ്രവേശനം അനുവദനീയമല്ല. അങ്ങനെ ഒരു കാര്യത്താൽ ഈ പുരുഷന്മാർ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഇവരാരും ചിന്തിക്കാറുമില്ല. എന്നാൽ സ്ത്രീകൾക്ക് എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് വേണമെങ്കിലും ക്ഷേത്രത്തിലേക്ക് വരാനും പറ്റുന്നുണ്ട്. ക്ഷമിക്കണം, ചില ക്ഷേത്രങ്ങളിലെ സ്ത്രീകൾക്ക് ചുരിദാർ, ജീൻസ് അതേപോലെ മറ്റു മോഡേൺ ആയ വസ്ത്രങ്ങളൊന്നും ഇട്ട് വരാൻ പാടില്ല എന്ന വിലക്കുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ക്ഷേത്രപ്രവേശന സമയത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി തന്നെയാണ്. സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരുമല്ല, ചിലർ മാത്രം. അവർ കൂടുതലായും ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നത് ഒന്നുകിൽ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനായിരിക്കും, അതും അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാനായിരിക്കും. ഭക്തിയോടുകൂടി പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ ഇങ്ങനെ പറയാൻ തന്നെ കാരണം, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയത്തില്ല. അമ്പലത്തിൽ പോകുന്നതിന് പ്രത്യേക ഒരുക്കം, കാഴ്ചയിൽ ട്രഡീഷണൽ ഡ്രസ്സ്. വിശദമായി തന്നെ പറയാം. പണ്ട് പട്ടുപാവാടയും ബ്ലൗസും ഇട്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് പാവാടയുണ്ട്, എന്നാൽ അങ്ങനത്തെ ലോങ് ബ്ലൗസ് ഒന്നുമല്ല. പകരം നമ്മുടെ ഈ സാരിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ബ്ലൗസുകളാണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ നല്ല ഭംഗിയാണ്, എന്നാൽ പ്രായപൂർത്തിയായ കാഴ്ചയിൽ യുവതിയാണ് എന്ന് തോന്നിക്കുന്നവർ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ വളരെ മോശം തന്നെയാണ്. അതുപോലെ സാരി ഉടുക്കുന്നുവെങ്കിൽ ഒന്നുകിൽ സ്ലീവ്ലെസ് ബ്ലൗസ് ഇടും, അതും അല്ലെങ്കിൽ പുറകുവശം മുഴുവനായിട്ട് കാണുന്ന രീതിയിലുള്ള ബ്ലൗസാണ് അവർ ധരിച്ചുകൊണ്ട് വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാർ എന്തുമാത്രം കമൻസ് ആണ് പറയുന്നതെന്ന് ഈ വരുന്നവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ എത്രയോ തവണ കേട്ടിട്ടുണ്ട്, പല പെൺകുട്ടികളും അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മമാരൊക്കെ ഈ ബ്ലൗസൊക്കെ ധരിച്ചുകൊണ്ട് വരുമ്പോൾ പുറകിൽ ജനൽ വെക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം തന്നെ ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തതും. കൂടാതെ വല്ലാത്തൊരു മേക്കപ്പും. കണ്ടിട്ടില്ലേ നിങ്ങൾ ഇത്തരം ആൾക്കാരെ? ഈ പറഞ്ഞത് ചില സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്ന് കരുതി പറയാതിരിക്കാനും വയ്യ. കാലം മാറി എന്ന് കരുതിയിട്ട് നമ്മുടെ ശരീരം പ്രദർശന വസ്തുവാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ട്. ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു വസ്ത്രധാരണമില്ലേ? കസവ് സാരി ഉടുത്ത് ശരീരഭാഗങ്ങൾ മറച്ചു വെച്ച് വരുന്ന സ്ത്രീകൾ, പട്ടുപാവാടയും ബ്ലൗസും ധരിച്ചു വരുന്ന പെൺകുട്ടികൾ. അന്നത്തെ ആ ഒരു ലുക്കിൽ ഇന്നത്തെ ആൾക്കാരെ കാണുമ്പോൾ ചിലർ പറയും, അയ്യേ ഇതെന്താ അമ്മച്ചീനെ പോലെ ഉണ്ടല്ലോ, ബ്ലൗസ് സ്ലീവ്ലെസ് ഇട്ടൂടെ, ബ്ലൗസ് ഇച്ചിരി മോഡേണായി സ്റ്റിച്ച് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ തരും, ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, കാലത്തിനൊത്തിട്ട് മാറേണ്ടതല്ലേ എന്ന്. മോഡേൺ എന്നും ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആൾക്കാർ എന്തൊക്കെയാണ് ഈ കാണിച്ചു വെക്കുന്നത്? ഇത് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കാര്യമാണ് കേട്ടോ. വേറെ ചിലവരുണ്ട് മോഡേൺ ഡ്രസ്സ് എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി പേക്കോലം കെട്ടുന്നവർ. നാട്ടിൽ ഒരു അമ്പലത്തിൽ ഉത്സവം വന്നു കഴിഞ്ഞാൽ എത്ര കാശാണ് ഡ്രസ്സിൻ്റെ പേരിൽ പൊടിച്ച് കളയുന്നത്. എന്നിട്ടോ ചിലരെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഈ പ്രച്ഛന്ന വേഷം കെട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവനവന് ചേരുന്ന കോലം കെട്ടണം. ഞാനൊരു കാര്യം പറയാം, നമുക്കൊരു സംസ്കാരമുണ്ട്. കാലം എത്ര മാറി എന്ന് പറഞ്ഞാലും, ജീവിത സാഹചര്യങ്ങൾ മാറി എന്ന് പറഞ്ഞാലും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച വസ്ത്രധാരണം അതില്ലാതെ ആയിട്ടില്ല. ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴെങ്കിലും മാന്യമായ വസ്ത്രം ധരിക്കുക. ചുരിദാറോ കുർത്തിയോ സാരിയോ പട്ടുപാവാടയോ എല്ലാം ധരിക്കാം, എന്നാൽ ഇതിലൊന്നും നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രായത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുക. ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നവർക്ക് ഒരു തോന്നലുണ്ടാവും, അവരെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടാവും, മറ്റുള്ളവർ തന്നെ അസൂയയോടെ നോക്കും വിധം സൗന്ദര്യം തനിക്ക് ഉണ്ടാകുമെന്നൊക്കെ. എന്നാൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത്രയും കാലം കുളിച്ചൊരുങ്ങി സാധാരണ വേഷം ധരിച്ച് നടന്നിരുന്ന നിങ്ങൾ പെട്ടെന്ന് മാറുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കോമാളിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കേൾക്കാതെ എന്തൊരു വേഷം കെട്ടാണ് അവൾക്ക് എന്ന് ചോദിക്കാൻ പോലും ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതിൽ നന്നായി ഒരുങ്ങി നടന്നാൽ എന്താ എന്ന്. നടന്നോ? മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള അവസരം കൊടുക്കാതിരുന്നാൽ മാത്രം മതി. ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും, നെഗറ്റീവായാലും പോസിറ്റീവായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയേറെ വിലപ്പെട്ടതാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.